സ്കൂളുകൾക്ക് ഇത് പരീക്ഷാകാലമാണ്. നാളെ മാർച്ച് 3 തിങ്കളാഴ്ച SSLC പരീക്ഷ തുടങ്ങും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുള്ള വീടുകൾക്കെല്ലാം ഇത് കരുതലിന്റെ കൂടി കാലമാണ്. പഠിക്കുന്ന മക്കൾക്കൊപ്പം ഓരോ വീടും പരീക്ഷയ്ക്ക് ഒരുങ്ങും. മക്കളുടെ തയ്യാറെടുപ്പുകളുടെ കൂടെ നിന്ന് ജീവിതത്തിന്റെ കൂടി പരീക്ഷകളെ അതിജീവിക്കുന്ന അച്ഛനമ്മമാരുടേതു കൂടിയാണ് ഓരോ പരീക്ഷാകാലവും. മധ്യവേനൽ അവധിയിൽ മക്കൾ വീട്ടിലുണ്ടാകുമെന്ന സന്തോഷം, കുടുംബയാത്രകളടക്കമുള്ള പദ്ധതികൾ, അവധിക്കാലാഘോഷങ്ങളിൽ വീടുകൾ സന്തോഷഭരിതമാകേണ്ട ഏപ്രിലും മെയ്യും വരാനിരിക്കുന്നു. എന്നാൽ നാളെ പരീക്ഷ എഴുതേണ്ടിയിരുന്ന താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് വീട്ടിലെ ഇക്ബാലിന്റെയും റംസീനയുടെയും മകൻ മുഹമ്മദ് ഷഹബാസിനെ ഇന്നലെ വൈകുന്നേരം കെടവൂർ ജുമാ മസ്ജിദിലെ പള്ളിക്കാട്ടിൽ ഖബറടക്കി. MJ സ്കൂളിലെ പരീക്ഷാ ഹാളിൽ നാളെ അവന്റെ ചോദ്യപേപ്പർ മാത്രം ബാക്കിയാകും. ഷഹബാസിനെ സഹപാഠികൾ തല്ലിക്കൊന്നതാണ്. പാലക്കാട് പറളി ഹൈസ്കൂളിൽ പഠിക്കുന്ന കിണാവല്ലൂരുകാരനായ മറ്റൊരു 10ാം ക്ലാസ്സുകാരന് ഒരു കണ്ണുകൊണ്ടേ ചോദ്യപേപ്പർ വായിക്കാനാവൂ. രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ച സഹപാഠികളിൽ ഒരുത്തൻ കളഞ്ഞതാണ്. എറണാകുളത്തെ തെങ്ങോട് സ്കൂളിലെ മറ്റൊരു 10ാം ക്ലാസ്സുകാരിക്കും പരീക്ഷ എഴുതൽ പ്രയാസമാണ്. സഹപാഠികളുടെ നായ്ക്കരുണപ്പൊടി പ്രയോഗത്തിനിരയായി അവൾ ചികിത്സയിലാണ്. 15 തികയാത്ത കുരുന്നുകളുടെ ക്രൂരതകൾ കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. മറുവശത്ത് സഹപാഠിയെന്നോ സഹജീവിയെന്നോ ചിന്തയില്ലാത്ത ക്രൂരമുര അരങ്ങേറുന്നത് ഒരു കാലത്ത് ചോക്കുപൊടി കൊണ്ടും മഷിത്തണ്ടുകൊണ്ടും കുട്ടികൾ കലഹിച്ചിരുന്ന അതേ സ്കൂൾ വരാന്തകളിലാണ്. ന്യൂസ് ബസ് ചോദിക്കുന്നു, കൗമാര കുസൃതികളെ ചോരക്കുരുതികളിലേക്ക് തള്ളിയിട്ടതാരാണ്?